ഹലോ, വെൽക്കം ടു നൊസ്റ്റു ഫ്ലേവേഴ്സ്. ഗീ മൈസൂർ പാക്ക് ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണ സ്വീറ്റ് ഡിഷ്. പൊതുവേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ചെയ്തെടുക്കാൻ എന്നാണ് പറയാറ്. പക്ഷേ ഞാൻ പറയുന്ന കുറച്ച് ടിപ്സ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ബിഗിനേഴ്സിന് പോലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ പറ്റും. വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ. 1 കപ്പ് കടലമാവ്, 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് നെയ്യ് 1/2 കപ്പ് വീതം രണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മോൾഡ് ഗ്രീസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ട്രേ ആണ് എടുത്തിരിക്കുന്നത്. വീട്ടിലുള്ള സ്റ്റീൽ പ്ലേറ്റ് ഗ്രീസ് ചെയ്തെടുത്താലും മതി. ട്രേയിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഗ്രീസ് ചെയ്തെടുക്കാം. 4 സൈഡ്സും നല്ലപോലെ ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റൂ. ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ 1 കപ്പ് കടലമാവ് ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. മാക്സിമം 3 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ. റോസ്റ്റ് ചെയ്ത കടലമാവ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. 1 കപ്പ് നെയ്യാണ് നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും 1/2 കപ്പ് നെയ്യ് റോസ്റ്റ് ചെയ്ത കടലമാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ലംസ് ഒന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് മിക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ച് 1/2 കപ്പ് നെയ്യ് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നെയ്യ് അവിടെ ചൂടായിക്കൊണ്ടിരിക്കട്ടെ. അതേസമയം തന്നെ വേറൊരു സ്റ്റൗവിൽ പാൻ വെച്ച് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് പഞ്ചസാര അലിയുന്നവരെ ഇളക്കി കൊടുക്കാം. സാധാരണ മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ ഷുഗർ സിറപ്പ് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് 1 കമ്പി പരുവം വരുന്നവരെ തിളപ്പിക്കാനാണ് പറയാറ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റോളം ഷുഗർ സിറപ്പ് തിളച്ച് കഴിയുമ്പോൾ കടലമാവ് നെയ്യ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗവ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കടലമാവ് ചേർത്ത് ഇളക്കി കൊടുക്കാൻ. ഇനി ഇതിലോട്ട് നമ്മൾ വേറൊരു അടുപ്പിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന 1/2 കപ്പ് നെയ്യിൽ നിന്ന് ആദ്യം 1 സ്പൂണ് ചൂട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. സ്റ്റൗവ് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കാൻ. ഫ്ലെയിം കൂടിയാൽ കടലമാവ് അടിയിൽ പിടിച്ച് കളർ മാറിപ്പോവും. നമ്മൾ ഒഴിക്കുന്ന നെയ്യ് കടലമാവ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. 1/2 കപ്പ് നെയ്യും ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഇതൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നിന്ന് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലോട്ട് വരും. കൈവിടാതെ ഇളക്കണം. തിക്കായി കുറച്ച് പതഞ്ഞ് വരാൻ തുടങ്ങും. മാത്രമല്ല നമ്മളിത് എടുത്തൊഴിക്കുമ്പോൾ ലെയറായിട്ട് വീഴുന്നത് കാണാം. ഇതാണ് കറക്റ്റ് പരുവം. ഇനി നമുക്ക് മോൾഡിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. കടലമാവ് ഷുഗർ സിറപ്പിലോട്ട് ചേർത്തതിന് ശേഷം എക്സാക്ട്ലി 12 മിനിറ്റ്സ് എടുത്തു എനിക്ക് ഈ കറക്റ്റ് പരുവത്തിലെത്താൻ. സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ മൈസൂർ പാക്ക് നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. ഇനി കുറഞ്ഞത് 2 മണിക്കൂർ ഇത് ആറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മണിക്കൂർ കഴിഞ്ഞു. മൈസൂർ പാക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു നൈഫ് കൊണ്ട് സൈഡ്സൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് മോൾഡിൽ നിന്ന് വിട്ടുവരും. ഇനി നമുക്കിത് ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കാം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു മൈസൂർ പാക്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്ന സൈസിലും ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൈസൂർ പാക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കടലമാവ് 3 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കുക. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയോന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പഞ്ചസാര അലിഞ്ഞതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഷുഗർ സിറപ്പ് 1 മിനിറ്റ് തിളച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ കടലമാവ് അതിലോട്ട് ചേർത്ത് ഇളക്കാം. കടലമാവ് ചേർക്കുന്നതിന് തൊട്ടു മുമ്പ് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ വീതിയുള്ള പാൻ യൂസ് ചെയ്യുവാണെങ്കിൽ കടലമാവ് ഷുഗർ സിറപ്പിലോട്ട് ഒഴിച്ചു കഴിഞ്ഞ് എക്സാക്റ്റായിട്ട് 12 മിനിറ്റിൽ മൈസൂർ പാക്ക് റെഡിയാവും. പാത്രത്തിൻ്റെ കട്ടിയും വീതിയൊക്കെ അനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഞാൻ പറഞ്ഞ ടിപ്സ് ഫോളോ ചെയ്ത് നിങ്ങൾക്കും ഇതുപോലെ സോഫ്റ്റ് ഗീ മൈസൂർ പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.